കൂറ്റൻ പാറകളും ചെങ്കൽ ഭിത്തികളോട് കൂടിയ വളരെ വിശാലമായ ഒരേയൊരു ബീച്ച് റിസോർട്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. റിസോർട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധമാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരിലെ ഈ ഒരു സ്ഥലം കാണുന്നത്. വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. എല്ലാവരും പോയി കാണും. ഞങ്ങൾ ഫ്രണ്ട്സും കുട്ടികളും അടങ്ങുന്ന 30 പേരാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടണമെന്ന് തോന്നിയപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. കാണാം തോട്ടട ഏര ബീച്ചിലെ കാഴ്ചകൾ. കണ്ണൂർ തോട്ടടയിലാണ് ഏര ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ചെങ്കൽ കുന്നുകളോടുകൂടിയ ഈ ബീച്ച് കാണാൻ അതിമനോഹരമാണ്. വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധമാണ് ഈ റിസോർട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ചെറിയൊരു ചെലവിൽ പോയി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഒത്തുകൂടുന്നത് കാണുന്നതും 25 വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ഒന്നിച്ച് തീരുമ്പോൾ നമുക്ക് അന്നും ഇന്നും 15 വയസ്സ് തന്നെയാണ്. എൻ്റെ കണ്ണാടി പോലുള്ള ചങ്ങാതിമാർ. റിസോർട്ടിൽ നിന്നും അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ബീച്ച് വരുന്നത്. ഇവിടുന്ന് കുറച്ച് നടന്നതിനാൽ ബീച്ചിലേക്ക് എത്താം. വളരെ മനോഹരമായ ബീച്ചാണിത്. മറ്റു ബീച്ചുകളിലെ പോലെ തിരക്കും ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു ശാന്തമായ അന്തരീക്ഷമാണിവിടെ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് ശരിക്കും പേടി തോന്നിയിരുന്നു. ഈ ചെങ്കൽ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കടലിലെ കാഴ്ച മനോഹരമാണ്. വൈകുന്നേരങ്ങളിൽ ഒട്ടും തിരക്കില്ലാതെ സൂര്യാസ്തമയം ആസ്വദിക്കാൻ പറ്റിയൊരിടമാണിത്. റിസോർട്ടിൽ നിന്നും ബീച്ചിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഉറവ പൊട്ടി വരുന്നതാണ് ഈ കാണുന്നത്. മറ്റു ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മണലാണ് ഇവിടെ കാണപ്പെട്ടത്. റിസോർട്ടിൻ്റെ പണി തീരാത്തത് കൊണ്ടും ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ലാത്തത് കൊണ്ടും തന്നെ ഫുഡൊക്കെ വരുത്തിച്ചിട്ടാണ് കഴിച്ചത്. കുറച്ച് പേര് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. റിസോർട്ടിൽ നിന്നും കടൽ കാഴ്ച നന്നായി ആസ്വദിക്കാം. മൂന്ന് മണിയോടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് റിസോർട്ടിൻ്റെ കാഴ്ചകളുമാണ്. ഇത് ഇവിടെയുള്ള കല്ലുകളാണ്, വെള്ളാരക്കല്ല് പോലുള്ള കല്ലുകൾ. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഇവിടെ നിന്നും താഴെ നോക്കിയാൽ കടൽ കാണാം. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വ്യത്യസ്തമായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം 4:30 മണിക്ക് ഞങ്ങൾ ബീച്ചിലേക്ക് മടങ്ങി. പ്രാർത്ഥനകളുമായി എത്തുന്നവരെ സ്വീകരിക്കാൻ 400-ലേറെ വർഷത്തെ പൈതൃകം പേറുന്ന പാറാമ്പള്ളി. ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേകം
സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പം സമയം 4 മണി കഴിഞ്ഞ്. ഇതാണ് ഏറെ ബീച്ച്. പാറാമ്പള്ളി ബീച്ച് എന്നും ഇവിടെ പറയും. ഇവിടെ ആകെ ഉള്ളത് ഒരു തട്ടുകട മാത്രമാണ്. വേറെ കടകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സ്നാക്സൊക്കെ ഞങ്ങൾ വരുമ്പം തന്നെ കയ്യിൽ കരുതിയിരുന്നു. ഇവിടെ ഒരു വശത്ത് കടലും മറുവശത്ത് തെങ്ങിൻ തോപ്പുകളാണുള്ളത്. ഇവിടെ പ്രധാനമായും കല്ലുമ്മക്കായ പറിക്കുന്നവരെയും മീൻ പിടിക്കുന്നവരെയും ഒക്കെ കാണാം. വളരെ വിശാലമായ ഭംഗിയുള്ള ബീച്ച് തന്നെയാണ് ഏറെ ബീച്ച്. കണ്ണൂർ കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഏറെ ബീച്ച്. ഇനി ഈ കാണുന്ന പാറപ്പുറത്ത് കയറിയിരുന്ന് കുറച്ച് സമയം ചെലവഴിക്കണം. ഇവിടേക്ക് ബസ്സിലാണ് വരുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്നും തോട്ടട ബസ് കയറി മുനമ്പിലിറങ്ങുക. ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണത്. ഞങ്ങൾ ഇവിടേക്ക് ബസ്സിലാണ് വന്നത്. ബസ് ഇറങ്ങി കുറച്ച് ദൂരം ബീച്ചിലേക്ക് നടക്കാനുണ്ട്. കുറച്ച് പേര് ഓട്ടോയിലും കുറച്ച് പേര് നടന്നുമാണ് ഇവിടെ എത്തിയത്. കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചു. ഉന്നക്കായ, സമൂസ, ഉണ്ണിയപ്പം, ലൊട്ടക്കച്ച് എന്ന് വേണ്ട ഒരുപാട് വിഭവങ്ങൾ കൊണ്ടുവന്നിരുന്നു. എല്ലാം ഇവിടെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു. ഈ പാറക്കല്ലിന് മുകളിൽ നിന്നും കടലിലേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. ഈ 2 പാറക്കല്ലിനിടയിലൂടെ സൂര്യാസ്തമയം കാണാൻ വളരെ മനോഹരമാണ്. ഇവിടെയുള്ള കടൽപ്പൂഴിയാണ് ഈ കാണുന്നത്. കുറച്ച് സമയം വെള്ളത്തിലിറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരികെ മടങ്ങി. ഇവിടെ നിന്നും കണ്ണൂരിലേക്കുള്ള ലാസ്റ്റ് ബസ് 6:20-നാണ്. ആ ബസ്സിൽ ഞങ്ങൾ തിരികെ മടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബും. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.